പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുമ്പോൾ സിറിയയിലെ അവസാന പിടിവള്ളിയും പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴുള്ള ഭരണകൂടമായ അസാദിൻ്റെ ഭരണകൂടത്തിന് പിന്തുണ നൽകുന്ന റഷ്യയും ഇറാനും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി റഷ്യ തുർക്കിയോട് ചേർന്ന് കിടക്കുന്ന സിറിയയുടെ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ ബോംബിംഗ് നടത്തി തുടങ്ങിയിരിക്കുന്നു. ഈ തുർക്കിയാണ് ഇപ്പോൾ ഈ സിറിയ പിടിച്ചെടുക്കുന്ന ഭീകരന്മാർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നത്. അതുകൊണ്ടുകൂടിയാകണം തുർക്കിയുടെ അതിർത്തിയിൽ റഷ്യ ആക്രമണം അഴിച്ചുവിട്ടത്. ഏതായാലും ഈ അക്രമത്തിൽ പൊറുതി പൊട്ടിയ ചൈനക്കാർ ജീവനും കൊണ്ട് ഓടുകയാണ്. ചൈനയുടെ എംബസി തങ്ങളുടെ പൗരന്മാർക്ക് പറഞ്ഞത് കിട്ടുന്ന വാഹനത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടണം. സിറിയ ഒരു വലിയ യുദ്ധത്തിൻ്റെ പിടിയിലാണ്, തങ്ങൾ രക്ഷപ്പെടുത്തും എന്ന് കരുതി കാത്തിരിക്കുകയും അരുത് എന്ന് ചൈനീസ് പൗരന്മാരോട് പറയുന്നു. ഏതായാലും നമുക്കറിയാം, ഇതുപോലെയുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ചില രാജ്യങ്ങളിലെങ്കിലും ഈ ചൈനയുടെ സാന്നിധ്യം, നമ്മൾ ലെബനനിൽ ഈ ഒരു കാഴ്ച കണ്ടതാണ്, ഈ ഒരു വാർത്ത കണ്ടതാണ്. ഇതിന് തൊട്ടു പിന്നാലെ സിറിയയിൽ നിന്നും ഇത്തരം ഒരു വാർത്ത പുറത്തു വരുന്നു. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടണം, കാരണം യുദ്ധം കനക്കുകയും ആ രാജ്യം തകരുകയും ചെയ്യുമെന്ന് ചൈനീസ് എംബസി പുറത്തിറക്കിയ നോട്ടീസിൽ വ്യക്തമായി തന്നെ പറയുന്നു. അതിന് സൗകര്യപ്രദമായ വാഹനം, അതായത് ലഭ്യമാകുന്ന വാഹനത്തിൽ തന്നെ, അതായത് ചൈനയുടെ വാഹനം വരുമെന്നോ ഇല്ല ഫ്ലൈറ്റ് വരുമെന്നോ കാത്തിരിക്കരുത് എന്നുകൂടി ഒരു മുന്നറിയിപ്പ് നൽകുമ്പോൾ സിറിയ പെട്ടിരിക്കുന്ന ആ ഒരു ഭയാനകമായ സ്ഥിതിവിശേഷം കൂടി ചൈനയുടെ ഈ കുറിപ്പിൽ നിന്ന് നമുക്ക് വായിച്ച് എടുക്കാൻ കഴിയും. ഏതായാലും ലെബനന് പിന്നാലെ പൗരന്മാരെ ഓരോരുത്തരായി സിറിയയിൽ നിന്നും പിൻവലിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൈനീസ് പൗരന്മാരുടെ കാര്യം തന്നെയാണ്. ഇന്ത്യൻ പൗരന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് ലഭ്യമായിട്ടില്ല വിവരങ്ങളൊന്നും തന്നെ. ലെബനനിൽ നേരത്തെ തന്നെ ഇന്ത്യ പൗരന്മാരുണ്ടെങ്കിൽ രക്ഷപ്പെടണം എന്ന് പറഞ്ഞിരുന്നു. സിറിയയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.